ആം, ഈസ്, ആർ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന 3 വാക്കുകളാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഒത്തിരി കൺഫ്യൂഷൻ, നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ നേരത്തെ, ഒരാളോട് സംസാരിക്കാൻ നേരത്തെ ഒത്തിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഉപയോഗമാണ് ആം, ഇസ്, ആർ. എങ്ങനെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ഒരാളോട് ഒരു കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനായിട്ട് എങ്ങനെ ഈ വാക്കുകൾ നമ്മളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മൈ നെയിം ഇസ് ദിനൂപ് ആന്റണി ഓൺ ബിഹാഫ് ഓഫ് ജിനൂസ് അക്കാദമി. ആദ്യം തന്നെ ആം, ഇസ്, ആർ ഇംഗ്ലീഷ് ഭാഷയിലെ ഒത്തിരി വാക്കുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓരോ വാക്കിന്റെയും ഉപയോഗം അനുസരിച്ച് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. ഏകദേശം 8ഓളം വിഭാഗങ്ങളായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് എന്ന് കേൾക്കാൻ നേരത്ത് നമ്മളെ പോലുള്ള എല്ലാവർക്കും വെർബോ എന്നൊരു കൺഫ്യൂഷൻ വരാം. വെർബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്. നമ്മൾ ഒത്തിരി ആക്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലേ ഡെയിലി. അത് സിനിമയിൽ ആക്ടേഴ്സ് ചെയ്യുന്ന ആക്ഷൻ അല്ല, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒത്തിരി ആക്ഷൻസ് ഉണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുക, പിന്നെ ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അപ്പൊ പ്രാർത്ഥിക്കുക, യാത്ര ചെയ്യുക, സംസാരിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളെ എല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ നമ്മൾ 8ആയി തരംതിരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയെല്ലാം ഒരു ഗ്രൂപ്പിൽ ഇടുന്നു. ഒരു 8 ബോക്സ് എടുക്കുകയാണ് നമ്മൾ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള എല്ലാ വാക്കുകളെയും അതിൻ്റെ ഉപയോഗം അനുസരിച്ച് നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന അടിസ്ഥാനത്തിൽ ഈ വാക്കുകളെ നമ്മൾ 8 ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നടക്കുക, സംസാരിക്കുക, കളിയാക്കുക, നമ്മൾ കൂട്ടുകാരെപ്പോഴും ചെയ്യുന്ന ഒരു ആക്ഷനാണ് അല്ലേ. കളിയാക്കുക, ഭക്ഷണം കഴിക്കുക, എഴുന്നേൽക്കുക, അങ്ങനെ ഒത്തിരി ആക്ഷൻസ് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആളുകളോട് ചോദിക്കാറും ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ പെടുത്തുന്ന ഒരു കാറ്റഗറി, ഈ കാറ്റഗറിയിലാണ്, വെർബ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോ ആ വെർബ് എന്ന ആ കാറ്റഗറിയെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം: ആക്ഷൻ വെർബ് ആൻഡ് ഓക്സിലറി വെർബ്സ്. ഈ ഓക്സിലറി വെർബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആം, ഇസ്, ആർ എന്നീ 3 ഓക്സിലറി വെർബ്സ് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ 3 വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഒരാളോട് സംസാരിക്കാൻ ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആം, ഇസ്, ആർ. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ. ആദ്യം തന്നെ ആം, ഇസ്, ആർ ഒരാളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നൽകുക എന്ന് പറയാൻ നേരത്തെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എന്നോട് എന്ത് റിലേഷനാണ് എനിക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സുഹൃത്തായിരിക്കാം, എൻ്റെ കൊലീഗ് ആയിരിക്കാം, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കാം, എൻ്റെ അയൽക്കാരനായിരിക്കാം. അപ്പോൾ ഒരാളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാൻ, അതായത് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേര് അനന്തു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ അനന്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവൻ എൻ്റെ സുഹൃത്താണ്. ഇവൻ എന്നൊരു വാക്ക് അല്ലെങ്കിൽ അവൻ എന്നൊരു വാക്ക് നമുക്കറിയാം അല്ലെ, ഹി. അതിനുശേഷം അവൻ എനിക്ക് എന്താണ്, എൻ്റെ സുഹൃത്താണ്. അപ്പൊ സുഹൃത്ത് എന്ന വാക്കും നമുക്കറിയാം. അവൻ, ഹി. അവൻ എൻ്റെ ആരാണ്, സുഹൃത്താണ്. അപ്പൊ ഈ 2 വാക്കുകളും ഇസ് വെച്ച് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഹി ഈസ് എൻ്റെ സുഹൃത്ത്, മൈ ഫ്രണ്ട്. ഹി, അവൻ എന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത സുഹൃത്തായ കൊണ്ടാണ്. അല്ലെങ്കിൽ അനന്തു എന്ന് പറയാൻ നേരത്ത് അനന്തു ഈസ് മൈ ഫ്രണ്ട്. അടുത്തതായിട്ട് വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ എടുക്കാം. അലീഷ എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ഫ്രണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ അലീഷ ഈസ് മൈ ഫ്രണ്ട്. അലീഷ ഈസ്
മൈ ഫ്രണ്ട്. ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ നെയ്ബറിനെയാണ് എനിക്ക് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് വൊക്കാബുലറി എന്നുള്ളത്. നെയ്ബർ, അയൽക്കാരൻ എന്നൊരു വാക്ക് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ചിലപ്പോൾ ഞാനൊരു ആണിനെ കുറിച്ചായിരിക്കും പറയുക, അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ കുറിച്ചായിരിക്കും പറയുക. ഇപ്പോൾ ഒരു ഫീമെയിലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഷീ ഈസ് മൈ നെയ്ബർ. ഷീ ഈസ് മൈ നെയ്ബർ. ഇപ്പോൾ ഒരാണാണെങ്കിലോ ആ ഷീ എന്ന് മാറ്റിയിട്ട് ഹി എന്ന വാക്ക് മാത്രം മാറ്റിയാൽ മതിയാവും. അത് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. ഷീ ഈസ് മൈ നെയ്ബർ എന്ന് പറയുന്നതിന് പകരം ഹി ഈസ് മൈ നെയ്ബർ. ഇപ്പൊ നമ്മൾ പഠിച്ചു ഒരാള് എനിക്ക് എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നെയ്ബർ ആവാം, എൻ്റെ ടീച്ചർ ആവാം. ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അല്ലേ? ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റും. അദ്ദേഹം എൻ്റെ ടീച്ചറാണ്. എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? യെസ്, ഹി ഈസ് മൈ ടീച്ചർ. അതൊരു ടീച്ചർ ഒരു ഫീമെയിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഈസ് മൈ ടീച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു നമ്മളുമായിട്ട് ഒരാൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്ത് ബന്ധമാണ് നമുക്ക് അദ്ദേഹത്തോടുള്ളത്. എനിക്ക് എൻ്റെ കസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഹി ഈസ് മൈ കസിൻ. അപ്പോൾ അതാണ് ഈസ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ ഉപയോഗം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും കേൾക്കാൻ നേരത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയാൻ നേരത്ത് ആണ്. നമ്മളെപ്പോഴും അവൻ എൻ്റെ സുഹൃത്താകുന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ? അദ്ദേഹം എൻ്റെ കൂട്ടുകാരൻ ആകുന്നു എന്നൊരിക്കലും നമ്മൾ പറയില്ല. അവൻ എൻ്റെ കൂട്ടുകാരൻ ആണ് എന്നാണ് നമ്മൾ പറയുക. ആകുന്നു എന്നൊരു മീനിങ് ആണ് ആം, ഇസ്, ആർ എന്നീ വാക്കുകൾ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഇതേ സെയിം ഉപയോഗം ആർ, ഈ ഇപ്പോൾ പറഞ്ഞ അതേ സെന്റൻസ് ആർ വെച്ച്, ആർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് സെന്റൻസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ട് സെന്റൻസിലും ഇസ് ആണ് ഞാൻ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? ആദ്യം ഞാൻ പറഞ്ഞത് അനന്തു എന്ന ഒരാളെ കുറിച്ച് മാത്രമാണ്. രണ്ടാമത് പറഞ്ഞത് അലീഷ എന്ന വേറൊരു വ്യക്തിയെ കുറിച്ചാണ്. ഇവിടെ രണ്ടിടത്തും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരാളെ കുറിച്ചാണ്. അതായത് സിംഗുലർ ആണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ നേരത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അയാളെ ഇംഗ്ലീഷ് ഗ്രാമർ യൂസ് അനുസരിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എൻ്റെ സബ്ജക്റ്റ്. ആദ്യത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനന്തു എന്നൊരാളായിരുന്നു, അല്ലെങ്കിൽ ഹി. ഇത് രണ്ടും ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? രണ്ടാമത് പറഞ്ഞപ്പോഴും ഒരേ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ രണ്ട് വ്യക്തികളെ കുറിച്ച് എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഞാൻ രണ്ട് പേരുടെ പേര് പറയാം. എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ്, ജെയ്സൺ പിന്നെ ഡെന്നീസ്. ജെയ്സൺ ആൻഡ് ഡെന്നീസ്. ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ആദ്യം ഞാൻ അവരുടെ പേരുപയോഗിച്ച് എങ്ങനെ പറയാം? ഇവിടെ ജെയ്സനുമുണ്ട് ഡെന്നീസുമുണ്ട്. ജെയ്സൺ ആൻഡ് ഡെന്നീസ്. രണ്ടുപേരുടെ പേരുകൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു വാക്ക് ഉപയോഗിച്ചതാണ് ആൻഡ് എന്ന് പറഞ്ഞത്. ജെയ്സൺ ആൻഡ് ഡെന്നീസ്. ഇവിടെ ഇനി ഇസ് ഉപയോഗിക്കാമോ? നമുക്ക് ഇസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ ആളുകളെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ആണ് ആർ എന്ന് പറയുന്നത്. ആർ. സോ ജെയ്സൺ ആൻഡ് ഡെന്നീസ് ആർ. ഇനി അവരെനിക്ക് എന്താണ്? എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. മൈ ക്ലാസ്മേറ്റ്സ്. ജെയ്സൺ ആൻഡ് ഡെന്നീസ് ആർ മൈ ക്ലാസ്മേറ്റ്സ്. അതേപോലെ തന്നെ അവർ രണ്ടുപേരുടെയും പേര് ഞാൻ ഇനി പറയുന്നില്ല. അവർ രണ്ടുപേരുടെയും പേര് പറയുന്നതിന് പകരം ഞാൻ അവർ എന്നാണ് പറയുന്നത്. ജെയ്സൺ ആൻഡ് ഡെന്നീസ് എന്ന് ഞാൻ പറയുന്നില്ല. അതിന് പകരം ഞാൻ അവർ എന്നാണ് പറയുന്നത്. എന്ത് വാക്കാണ് ഞാൻ അവിടെ ഉപയോഗിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദേ. അവർ എന്ന വാക്കിന് പകരം, അവർ എന്ന മലയാളം വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദേ.
ദേക്ക് ശേഷം ദേ, അപ്പോൾ നമുക്ക് മനസ്സിലായി ദേ എന്ന് പറയാൻ നേരത്ത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ആർ. ദേ ആർ ആരുടെ ക്ലാസ്മേറ്റ്സ് ആണ്? എൻ്റെ, മൈ ക്ലാസ്മേറ്റ്സ്. ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഇസിന്റെ ഉപയോഗവും ആറിന്റെ ഉപയോഗവും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇസ് ഒരാളെ കുറിച്ച് പറയാൻ, ആ ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയാനായിട്ട്. ഞാൻ 2 സെന്റൻസുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. അദ്ദേഹം എൻ്റെ അങ്കിൾ ആണ്, അല്ലെങ്കിൽ ആകുന്നു. നമ്മൾ മലയാളത്തിൽ ആകുന്നു എന്ന വാക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആണ് എന്ന രീതിയിൽ ആണ് എന്ന വാക്ക് ഉപയോഗിച്ച് പറയുന്നത്. അദ്ദേഹം എൻ്റെ അങ്കിൾ ആണ്. എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നമുക്കറിയാം, നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആരാണ്? അദ്ദേഹം. അപ്പോൾ നമ്മൾ ആറാണോ ഉപയോഗിക്കേണ്ടത്, ഇസ് ആണോ ഉപയോഗിക്കേണ്ടത്? ഇസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ഹി, അതിനുശേഷം നമ്മുടെ ഓക്സിലറി വെർബ്. ഹി ഈസ് എൻ്റെ അങ്കിൾ, മൈ അങ്കിൾ. ഹി ഈസ് മൈ അങ്കിൾ. അതേപോലെ തന്നെ 2 പേരെ കുറിച്ച് പറയാം. അവർ, അത് ഒന്നിലധികം പേരെ കുറിച്ച്, ഒരു 5 പേരെ കുറിച്ച് പറയാണ്. അവർ ജിനോസ് അക്കാദമിയിൽ സ്റ്റുഡൻസ് ആണ്. അവർ ജിനോസ് അക്കാദമിയിൽ സ്റ്റുഡൻസ് ആണ്. എങ്ങനെ പറയാൻ പറ്റും? ദേ ആർ സ്റ്റുഡൻസ് അറ്റ് ജിനോസ് അക്കാദമി. ജിനോസ് അക്കാദമിയിൽ സ്റ്റുഡൻസ് ആണ് അവർ. അത് പറയുന്നതിന് വേണ്ടി ദേ ആർ, ദേ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ദേ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ആറാണ്. ദേ ആർ സ്റ്റുഡൻസ് അറ്റ് ജിനോസ് അക്കാദമി. ഇതേപോലെ തന്നെ ആം ഇസ് ആർ. ആം നിങ്ങൾക്ക് എല്ലാവർക്കും അവസാനമായിട്ട് പറയാം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ഐയുടെ കൂടെ മാത്രം, നമ്മളെ കുറിച്ച് പറയാൻ നേരത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ്, ഓക്സിലറി വെർബ് ആണ് ആം എന്ന് പറയുന്നത്. അതായത് ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഞാൻ എറണാകുളത്താണ്, എറണാകുളത്ത് നിന്നാണ്. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ഫ്രം എറണാകുളം. അല്ലെങ്കിൽ ഞാൻ പുന്നമടയിൽ നിന്നാണ്. എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ഫ്രം പുന്നമട. അപ്പോൾ ആം ഇസ് ആർ ഒരാളെ കുറിച്ച്, എങ്ങനെയാണ് ഒരാളെ കുറിച്ച് ഒരു വേറെബൌട്ട്സ്, അവരെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നൽകാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആം ഇസ് ആറിന്റെ ഒരു പ്രൈമറി യൂസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതേപോലെ ആം ഇസ് ആറിന്റെ പോലെ തന്നെ ഒത്തിരി യൂസേജ് നമുക്ക് എങ്ങനെയാണോ ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പേർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചില സമയത്ത് അവർക്ക് പറ്റാത്തത് ചില ബേസിക് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വെരി ബേസിക് ലെവലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഏതൊരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്താണെങ്കിൽ പോലും അതൊന്നും നിങ്ങളുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ജിനോസ് അക്കാദമിയുടെ ഈ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള ഒത്തിരി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇനിയും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ഗിവിംഗ് യുവർ പ്രഷ്യസ് ടൈം. ഹാവ് എ ഗുഡ് ഡേ. ജിനോസ് അക്കാദമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം.